ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 149 എപ്പിസോഡ്. നമ്മൾ മരിയ സ്തുതി എന്ന് പറയുന്ന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനകൾ ഏതെല്ലാം തിരുവചനങ്ങൾ കൊണ്ടാണ് തുന്നിച്ചേർത്തിരിക്കുന്നത് എന്ന്, നെയ്തെടുത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയായിരുന്നു. ഈ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, ഈ വചനങ്ങൾ ലൂക്കാസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 30 വരെ വചനങ്ങൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കും. അതിൽ 27ഉം 28ഉം വചനം, 28ൻ്റെ പകുതി തൊട്ട് ഞാൻ വായിക്കുകയാണ്. മാലാഖ, ഗബ്രിയേൽ മാലാഖ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് അവളോട് പറഞ്ഞു, കൃപാപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വാക്ക് കേട്ട് അവൾ പരിഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം എന്നവൾ ചിന്തിച്ചു. മാലാഖ അവളോട് പറഞ്ഞു, മറിയമേ ഭയപ്പെടേണ്ട, നീ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പം ഇതിൽ നമ്മൾ കുറേ വചനങ്ങൾ കണ്ടു കഴിഞ്ഞു. കൃപാപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ കഹരിത്തോമനെ, സ്വസ്തി ഹൈറേ, കർത്താവ് നിന്നോടുകൂടെ, ഹോ ക്യൂരിയോസ് മെറ്റാസു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ലൂക്കാസിൻ്റെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കുകൾ, പ്രത്യേകിച്ചും 27ാമത്തെ വാക്യം, അതിൻ്റെ വെളിച്ചത്തിലാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അതിൽ മറിയം എന്നുള്ള വാക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. മറിയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് 30ാമത്തെ വാക്യത്തിലാണ് ലൂക്കാസിൻ്റെ സുവിശേഷം. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനങ്ങളുള്ള ക്രമത്തിൽ തന്നെ പോയത്. അപ്പോൾ എന്താണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്? കൃപാപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇത്ര നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മറിയമേ എന്ന് വിളിക്കുന്നു. ആര്? ഗബ്രിയേൽ മാലാഖ മറിയമേ എന്ന് വിളിക്കുന്നു. അപ്പം നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ, മാലാഖ ആദ്യം അവളെ വിളിച്ചത് മറിയമേ എന്നല്ല വിളിച്ചത്. അതേക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി പറയുകയാണ്, ഒരാളുടെ പേര് വിളിക്കാതെ അവളുടെ ശീർഷകം അല്ലെങ്കിൽ അവൾ എന്തായിരിക്കുന്നുവോ അങ്ങനെ വിളിക്കുന്ന ബൈബിളിലെ ഏക രംഗമാണ് ഈ രംഗം, അതായത് മംഗളവാർത്തയുടെ രംഗം. മറിയമേ എന്ന് വിളിച്ചിട്ടല്ല, മറിച്ച് നന്മ നിറഞ്ഞവൾ അല്ലെങ്കിൽ കൃപാപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ സ്വസ്തി എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ വാക്യം, അത് കഴിഞ്ഞിട്ട് അത് 27, 28, 29 കഴിഞ്ഞ് 30ാമത്തെ വാക്യത്തിലാണ് മറിയം. അപ്പം നമ്മൾ അതേ ക്രമം പാലിച്ചിരിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. പക്ഷെ അത് നമ്മൾ പ്രാർത്ഥനയിൽ ഇങ്ങനെയാക്കി. അപ്പോൾ മറിയമേ, മറിയമേ എന്താണ് മറിയം എന്ന വാക്കിനർത്ഥം? വാക്കല്ല, പേരാണ്. ഞാൻ 2003, 2004 വർഷങ്ങളിൽ 2 വർഷത്തോളം ഓരോ സെമസ്റ്റർ ടാൻസാനിയയിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു സെമിനാരിയിൽ. അവിടെ ടാൻസാനിയയിലാണെങ്കിലും വേറെ 5 രാജ്യങ്ങളിലും 6 രാജ്യങ്ങളിലും മറ്റേ കുട്ടികളുണ്ടായിരുന്നു. എത്യോപ്യയിൽ നിന്നുള്ള 5 പേരെൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അച്ഛനാക്കം പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും പ്രായമുള്ളവരായിരുന്നു അവരൊക്കെ. അതിൽ ഈ പലരുടെയും പേരുകൾ, എത്യോപ്യൻ പാരമ്പര്യത്തിൽ ഈ മരിയനാമത്തോട് ചേർത്ത പലരുടെയും പേരുകളുണ്ട്. പലരുടെയും പേരുകൾ, ഈ ചിലരുടെ അർത്ഥം, പേരിൻ്റെ അർത്ഥം രസകരമാണ്. ഹൈലേ മറിയാം, ഹൈലേ മറിയാം, മറിയത്തിന് ശക്തി എന്നാണ് ആ എത്യോപ്യൻ പാരമ്പര്യത്തിൽ അതിന് അർത്ഥം. ബേദാ മറിയം, മറിയത്തിൻ്റെ കരം, മറിയത്തിൻ്റെ കൈ എന്നാണ് അതിൻ്റെ അർത്ഥം. നെവായ മറിയം, മറിയത്തിൻ്റെ പ്രോപ്പർട്ടി, മറിയത്തിൻ്റെ സ്വന്തം വസ്തു എന്ന അർത്ഥമാണ് അതിന് ആക്ഷരികാർത്ഥം. നെവായ മറിയം. തക്ല മറിയം, തക്ല മറിയത്തിൻ്റെ ചെടി എന്നർത്ഥം, ദ പ്ലാന്റ് ഓഫ് മേരി. നമ്മൾ മരിയ വിയാനി, ജോൺ മരിയ വിയാനി, മരിയ, ആണുങ്ങൾക്ക് ആ പേരുണ്ട്, പേരിടും. അപ്പം അത് മരിയ, മറിയ എന്നുള്ള വാക്ക് വെച്ചിട്ട് ഒരുപാട് പേരുകളുണ്ട്. നമ്മുടെ നാട്ടിലും കത്തോലിക്കരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേരാണ് മറിയം. എൻ്റെ അമ്മയുടെ പേര് മറിയം എന്നാണ്. എന്താണ് മറിയം എന്ന വാക്കിനർത്ഥം? ഈ ഹീബ്രു പാരമ്പര്യമുണ്ട്, ഈജിപ്ഷ്യൻ പാരമ്പര്യമുണ്ട്, സുറിയാനി പാരമ്പര്യമുണ്ട്. അപ്പം നമുക്ക് അരമായിക്ക് പാരമ്പര്യം, അങ്ങനെ പല പാരമ്പര്യങ്ങളുണ്ട്. അപ്പം നമുക്കിതൊന്ന് പരിശോധിക്കാം. മിറിയാം എന്നാണ് ഹീബ്രു രൂപം, മിറിയാം, മോശയുടെ പെങ്ങളുടെ പേര് മിറിയാം. അരമായിക്കൽ മറിയം, ഗ്രീക്കിൽ മരിയ എന്നും പറയും, മറിയം എന്നും പറയും. ലത്തീനിൽ മരിയ, സുറിയാനിയിൽ മറിയം. ഈ മറിയം എന്ന നാമത്തിൻ്റെ ഉദ്ഭവം നമുക്ക് വാസ്തവം പറഞ്ഞാൽ
കൃത്യം ഒരു വാക്ക് നമുക്കറിയില്ല, ഏത് വാക്കിൽ നിന്നാണ് വരുന്നതെന്ന് കൃത്യം അറിയില്ല. നമുക്ക് പല ധാതു നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം പരിശോധിക്കുകയാണ്. ഈജിപ്ഷ്യൻ ധാതു, ഈജിപ്ഷ്യൻ ഭാഷയിൽ, അന്നത്തെ കോപ്റ്റിക് ഭാഷ, ആ ഭാഷയിൽ മിറി, മിറി, മെറി, ഇങ്ങനെ 2 വാക്കുകളുണ്ട്. ഈ 2 വാക്കിനും അർത്ഥം പ്രിയപ്പെട്ടവൾ, വിലപ്പെട്ടവൾ, വിലമതിക്കാൻ പറ്റാത്തവൾ, അതാണ് വിലപ്പെട്ടവൾ എന്ന് വെച്ചാൽ വിലമതിക്കാൻ പറ്റാത്തവൾ, അരുമയായവൾ, സ്നേഹിക്കപ്പെട്ടവൾ, സ്നേഹമുള്ളവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. മെറി അല്ലെങ്കിൽ മെറി എന്ന വാക്കിൽ മാറ എന്നൊരു വാക്കുണ്ട്. മാറ, അത് ഹീബ്രുവിലും ഉപയോഗിക്കുന്നുണ്ട്. മാറാഹ് എന്നല്ല, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. മാറ, MARA, മാറ. അതിന് വെൽ നറിഷ്ഡ്, വളരെയധികം പോഷിപ്പിക്കപ്പെട്ടവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈജിപ്ഷ്യൻ ധാതുവിലും ഹീബ്രുവിലും മാറ, മാറാഹ് എന്നല്ല, മാറ, MARA, മാറ എന്ന വാക്കിന് വെൽ നറിഷ്ഡ്, പോഷിപ്പിക്കപ്പെട്ടവൾ എന്നർത്ഥമുണ്ട്. ഈജിപ്ഷ്യൻ ഭാഷയിൽ തന്നെ, കോപ്റ്റിക് ഭാഷയിൽ തന്നെ മിറ്, മെറിയല്ല, മിറ് എന്നൊരർത്ഥമാണ്, ഒരു ധാതുണ്ട്. മിറ്, മോഹിച്ച് കിട്ടിയവൾ, വളരെ മോഹിച്ചിട്ട് കിട്ടിയവൾ, വളരെ ആഗ്രഹിച്ചിട്ട് കിട്ടിയവൾ, വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയവൾ എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. മിറ്. മീറ എന്നൊരു വാക്കുണ്ട്. മീറ, ഈ സുഗന്ധം ഇല്ലേ, പൊന്നും മീറയും കുന്തിരുക്കും കാഴ്ചവെച്ചു ഈ ജ്ഞാനികൾ, പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ, കിഴക്കൻ ദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ. മീറ അതൊരു സുഗന്ധമാണ്. അതിന് ഇതുണ്ട്, ഒരു ലഹരിയായിട്ട് ഉപയോഗിക്കും. അത് വേദന കുറയ്ക്കാനുള്ള ലഹരി, മരുന്ന് പോലെ, പക്ഷെ അത് സുഗന്ധമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ പരിമളം, സുഗന്ധം എന്ന അർത്ഥമുണ്ട്. അറബിയിൽ ഇതിൽ നിന്നുള്ള ഒരു വാക്കുണ്ട് മർവാൻ, മർവാൻ, മീറയെ പോലെ പരിമളമുള്ളവൻ എന്നാണ് അതിനർത്ഥം. അപ്പോൾ മീറ അല്ലേ, മർവാൻ, അറബി. സുറിയാനിയിൽ നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്. ഇപ്പം എൻ്റെ മെത്രാനെ വിളിക്കുന്നത് മാർ പോളി കണ്ണുകാടൻ, മാർ പോളി കണ്ണുകാടൻ. മാർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാറല്ല, ഇംഗ്ലീഷിൽ മാർ എന്ന് വെച്ചാൽ നെഗറ്റീവ് അർത്ഥമുണ്ട്. മാർ എന്ന് പറയുന്നത് സുറിയാനിയാണ്. സുറിയാനിൽ മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവ്, നാഥൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മാർ പോളി കണ്ണുകാടൻ, അല്ലെങ്കിൽ മാർ ജെയിംസ് പഴയാറ്റിൽ, അല്ലെങ്കിൽ മാർ റാഫേൽ തട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഥൻ എന്നർത്ഥത്തിലാണ്. കർത്താവ് എന്നർത്ഥമുണ്ട്, നാഥൻ എന്നർത്ഥമുണ്ട്. അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് മറിയ, മറിയ. നാഥൻ, മാറ്, നാഥ എന്നാണ് അർത്ഥം. മറിയ, നാഥ എന്ന് പറഞ്ഞ ലേഡി അല്ലേ, അവർ ലേഡി എന്നൊക്കെ പറയില്ലേ, റാണി, രാജ്ഞി എന്നൊക്കെ അർത്ഥം. മർത്ത് എന്ന വാക്കിന് എൻ്റെ നാഥ എന്നർത്ഥം. മർത്ത്, എൻ്റെ റാണി, എൻ്റെ നാഥ. മർത്ത് മറിയം എന്ന് പറഞ്ഞാൽ നാഥയായ, റാണിയായ മറിയം എന്നാണ്. മർത്ത് മറിയം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സുറിയാനിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മർത്ത മറിയം, റാണിയായ മറിയം, വിശുദ്ധയായ മറിയം, പരിശുദ്ധ മറിയം എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുക മർത്ത മറിയം എന്നാണ്. എൻ്റെ റാണിയായ, എൻ്റെ രാജ്ഞിയായ മറിയം എന്നാണ് ആക്ഷരികം. മാറോൺ എന്ന വാക്കിന്, സുറിയാനിൽ മാറോൺ എന്ന വാക്കിന് ഉയർത്തപ്പെട്ടവൾ, അത്യുന്നത എന്നർത്ഥമുണ്ട്. ഉയർത്തപ്പെട്ടവൾ, അത്യുന്നത എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ, ഹൈലി എക്സോൾട്ടഡ്. ആ ഈജിപ്ഷ്യൻ ധാതുവിനും അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കണേ. ഹീബ്രുവിൽ മാർ എന്നല്ല, മർ എന്നൊരു വാക്കുണ്ട്. യെശയ്യായുടെ പുസ്തകം 40:15 കാണാം. തുള്ളി, ഡ്രോപ്പ് എന്നർത്ഥം, ഡ്രോപ്പ്. യാം എന്ന് ഹീബ്രു പറഞ്ഞാൽ കടൽ എന്നാണ്, സമുദ്രം. അപ്പോൾ കടലിലെ തുള്ളി, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഈ മാർ യാം, ഇതാണ് വിശുദ്ധ ജെറോം പറയുന്ന അർത്ഥം. അതാണ് മാർ എന്ന വാക്കിന് തുള്ളി എന്നർത്ഥം, ഡ്രോപ്പ്, ഒരു തുള്ളി. യാം എന്നുള്ളതിന് കടല്, കടലിലൊരു തുള്ളി എന്ന് ഈ വാക്കിന് അർത്ഥമുണ്ട്. ഈ ദൈവത്തിൻ്റെ മഹാകൃപാസമുദ്രത്തിലൊരു തുള്ളിയാണ് മറിയം എന്നർത്ഥം ഉണ്ടാകാം. പക്ഷെ ആ നാമം തന്നെ അർത്ഥം നമ്മൾ പറയുന്നത്. അപ്പോൾ കടലിലെ തുള്ളി, അത് ലത്തീനിൽ സ്റ്റില്ല മാരിസ് എന്നാണ്. സ്റ്റില്ല മാരിസ്, സ്റ്റില്ല. പക്ഷെ അത് പിന്നെ പറഞ്ഞ് സ്റ്റെല്ല മാരിസ് ആയി. സ്റ്റെല്ല എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ്. അപ്പോൾ സമുദ്ര താരകം. ഇതേക്കുറിച്ച് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സമുദ്ര താരകം എന്ന് ഉപയോഗിക്കുന്ന പണ്ട് കാലത്ത് നമുക്ക് ഇപ്പം GPS ഉണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് GPS ഇല്ല, വഴി വായൽ എന്നാ പറയുക. ആൾക്കാരോട് ചോദിച്ചാൽ പോകുക. ഇപ്പം ചോദിച്ചു പോകുന്നില്ല, നമുക്ക് GPS ഇട്ടാൽ മതി. പണ്ട് കാലത്ത് ഈ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഇല്ലേ, GPS ഒന്നുമില്ല. GPS എന്ന് പറയുന്നത് ആകാശത്തെ സമുദ്ര താരകമാണ്. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ
ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഈ കപ്പൽ യാത്ര, ആധ്യാത്മിക ജീവിതത്തെ കപ്പൽ യാത്ര താരതമ്യം ചെയ്യുമ്പോൾ അതൊരു സമുദ്രത്തിലൂടെ ഒരു യാത്രയാകുമ്പോൾ നമുക്കുള്ള GPS ഏത് വഴിക്ക് പോകണമെന്ന് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന നക്ഷത്രമാണ് മറിയം എന്ന സങ്കല്പത്തിൽ സ്റ്റെല്ല മാരിസ് പറയും. ഈ മാറാഹ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 വാക്കുണ്ട്, മാറാഹ് ഇല്ലേ? അവർ മാറായിലും മെരീബായിലും വെച്ച് അവർ കലഹിച്ചു. അത് മാറ എന്ന് പറയുന്നത് മാറാഹ് ആണ് ശരിക്കും, MARAH, മാറാഹ്. അതിന് കയ്പ് എന്നാണ് അർത്ഥം, ബിറ്റർ. മെരീബ എന്നതിന് റെബല്യസ് ഇല്ലേ, കലഹിക്കുന്നവർ. ആ വാക്കിൽ നിന്നും ഈ മറിയം എന്ന വാക്ക് വരുന്നുണ്ടെന്ന് ഒരു 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 നിർദ്ദേശമുണ്ട്. ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. മാറാഹ്, ഞാൻ ഹ് എന്ന് പറയുന്നത് MARAH, മാറാഹ്. മാറായിലും മെരീബായിലും വെച്ച് കലഹിച്ചതുപോലെ. അപ്പം മാറുന്നതിന് കയ്പ്, അവിടെ ഈ വെള്ളത്തിന് കയ്പ് രസമായിരുന്നു ആ സ്ഥലത്തിന്. അപ്പം ആ വാക്കിൽ നിന്ന് വരുന്നുവെന്നും ഒരു നിർദ്ദേശമുണ്ട്. ഈ ഉയർത്തപ്പെട്ടവൾ, നമ്മൾ പറഞ്ഞല്ലോ ഉയർത്തപ്പെട്ടവൾ, മാറോൺ, ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എക്സോൾട്ടഡ്, ഹൈലി എക്സോൾട്ടഡ് എന്ന അർത്ഥമുണ്ട് മാറോൺ. അതിൽ നിന്ന് മറിയ എന്ന വാക്ക് വരുന്നു എന്ന് ഒരു നിർദ്ദേശമുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നാണ്. നമ്മൾ ചിലപ്പോൾ ഈ ഇത്രമാത്രം ഉയർത്തപ്പെട്ടവൾ, മറിയത്തേക്കാൾ ഉയർത്തപ്പെട്ട ഒരു സ്ത്രീ ലോകത്തുണ്ടോ? ദൈവമാതാവ് എന്ന് ബൈബിൾ വിളിക്കുന്ന ഒരാളാണ് ഇല്ലേ? കന്യകയാണ്. കന്യകാത്തിന് ഭംഗം വരാതെ യേശുവിനെ പ്രസവിച്ചു. നിത്യകന്യക എന്ന സൂചനയുണ്ട്. ദൈവമാതാവ്, ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചവൾ. ഇങ്ങനെ മറിയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ഈശോ മിശിഹായും പറഞ്ഞിട്ടുണ്ട്, തിരുവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 32 സംഭവങ്ങൾ മറിയത്തെക്കുറിച്ച് മാത്രം പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ സൂചനകൾ ധാരാളം സൂചനകൾ. അപ്പം അത്രയും ഉയർത്തപ്പെട്ടവളായ ഒരു സ്ത്രീയാണ് മറിയം. അങ്ങനെ ഉയർത്തപ്പെട്ടവളായ, അതായത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നെന്നാണ് എലിസബത്ത് പറഞ്ഞത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, കൃപാപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ സ്വസ്തി എന്നാണ് ഗബ്രിയേൽ മാലാഖ, ദൈവം വെച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിച്ചത്. സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് മറിയം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു, മാത്രമല്ല അവൻ എനിക്ക് വലിയ കാര്യങ്ങൾ എന്നിൽ സംഭവിച്ചിരിക്കുന്നു. വലിയ കാര്യങ്ങൾ, ഏറ്റവും വലിയ കാര്യം, ദൈവം മനുഷ്യനായത്, ഭൂമിയിൽ വന്നത് മറിയം എന്ന സ്ത്രീയിലൂടെയാണ്, എന്നിലൂടെയാണ്. അതുകൊണ്ട് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സകല തലമുറകളിലും പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും എന്നെ മോശമായി ചിത്രീകരിക്കും എന്നതിൻ്റെ മറ്റർത്ഥമുണ്ട്. കാരണം അവർ യേശുവിനെ സ്നേഹിക്കുന്നില്ല, യേശുവിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം കുരിശിൽ മരിക്കുന്നതിന് മുൻപ് കർത്താവ് യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായിട്ട് അവൻ്റെ അമ്മയെ നൽകി. ഇത് തിരുവചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 25 മുതൽ 27 വരെ. ഈ തിരുവചനങ്ങളെ വ്യഭിചരിച്ചുകൊണ്ടും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ഈ ക്രിസ്റ്റഡൽഫിയൻസ് മറിയത്തെ എതിർക്കുന്ന വിഭാഗങ്ങൾ മുഴുവൻ സകല തലമുറകളും എന്നെ ഭാഗ്യമെന്ന് പ്രകീർത്തിക്കുന്ന തിരുവചനം ഉണ്ടായിട്ട് പോലും, യേശു തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയിട്ട് പോലും ആ തിരുവചനങ്ങളെല്ലാം വ്യഭിചരിച്ചുകൊണ്ട് ഈ സകല തലമുറകളിലും ചില ദുഷിപ്പുകൾ ഉണ്ടാവും. സകല തലമുറ എന്നെ ഭാഗ്യമെന്ന് പ്രകീർത്തിക്കും. അതെല്ലാ തലമുറയും ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ, ലോകാവസാനം വരെ ഉണ്ടാവും. പക്ഷെ എല്ലാ തലമുറയിലും കുറച്ച് പേര് തെറ്റിപ്പോകും. കർത്താവിൻ്റെ തലമുറയിൽ യൂദാസ് തെറ്റിപ്പോയി. കുർബാനയും സ്വീകരിക്കില്ല, കുർബാനയും കുറിച്ചുള്ള പ്രബോധനം സ്വീകരിക്കില്ല യൂദാസ്, മറിയത്തെക്കുറിച്ചും സ്വീകരിക്കില്ല. ഇന്ന് തന്നെ സംഭവിക്കുന്നു. കർത്താവിൻ്റെ കൂടെ 12 പേരുണ്ടായിരുന്നു, ഒരാൾ തെറ്റിപ്പോയി. അപ്പോൾ ഇന്നും ചിലർ തെറ്റിപ്പോകുന്നതിൽ കണ്ടുമ്പോൾ നമ്മൾ ഇടർച്ച ഉണ്ടാകേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും അതൊക്കെ ഉണ്ടാകും. കാരണം കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, അവൻ്റെ വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. മറിയത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വിശ്വസിച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും എളുപ്പമുള്ള സംഗതിയല്ല. അതിനാണ് അങ്ങേയറ്റം വിശ്വാസം വേണമെന്ന് പറയണേ. അവർ ഇല്ലേ, വിശ്വാസത്തിലൂടെ മാത്രം രക്ഷ എന്ന് പറയുകയും തിരുവചനങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ഇഷ്ടപ്പെട്ട തിരുവചനങ്ങൾ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. അപ്പം അതിനെപ്പറ്റി നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം അവരോട് പറയണം. അത്രമാത്രം ഉയർത്തപ്പെട്ടവളാണ് മറിയം. പക്ഷെ ആ ഉയർത്തപ്പെട്ടവൾ അനുഭവിക്കുന്ന വേദനകൾ എത്രയുണ്ട്, എന്തുമാത്രം ആപത്താണ്. ഈ മനസ്സമ്മതം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് ദൈവം ഗബ്രിയേൽ മാലാഖ അയക്കുന്നത്. അതിന് കാരണമുണ്ട്. ആ മനസ്സമ്മതം കഴിയുന്നതിന് മുമ്പ് അയച്ചിരുന്നെങ്കിൽ ജോസഫിൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്പെടുമായിരുന്നു ഈ പ്രശ്നത്തിൽ നിന്ന്. ഒരാളെ കല്യാണം കഴിക്കുന്ന വാക്ക് കൊടുത്തതിന് ശേഷമാണ് ദൈവം അയക്കുക. എന്തുകൊണ്ട് ദൈവം അങ്ങനെ അയച്ചു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ജോസഫിനെ കുറിച്ചുള്ള ധ്യാനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്.
അങ്ങനെ ഈ മനസ്സമ്മതം കഴിയുകയും കല്യാണം കഴിയാതിരിക്കുന്ന ഒരു പെണ്ണ് അവൾ വചനത്തെ സ്വീകരിച്ചാൽ അവൾ ഗർഭിണിയായി ഉണ്ടാകുന്ന ആപത്ത് എന്താണ്? അക്കാലത്തെ രീതി അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുക. കാരണം വ്യഭിചാരം ശങ്കയുണ്ടാകും. അതിന് കല്ലെറിഞ്ഞ് കൊല്ലലാണ്, വധശിക്ഷയാണ് അക്കാലത്ത്. അപ്പോൾ എത്ര വലിയ ആപത്താണ് ഈ വചനം സ്വീകരിച്ചാൽ, വചനത്തിന് വേണ്ടി ജീവിച്ചാൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സത്യത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും വചനത്തിന് വേണ്ടിയും നിലകൊണ്ടാൽ ആപത്തുകൾ ക്ഷണിച്ചു വരുത്താണ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് നീ ഈ ആപത്ത് വിളിച്ചു വരുത്തണമെന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ ഈ ആപത്ത് ആണ് ഏറ്റവും ഉയർത്തപ്പെട്ടവർക്കും കിട്ടുക. എല്ലാവരും ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ വചനം സ്വീകരിക്കുമ്പോൾ, സത്യം പറയുമ്പോൾ, സഭയ്ക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് ആപത്ത് സ്വീകരിക്കാൻ ഒരാളും തയ്യാറല്ല. എന്നെ വളരെ വിദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, എന്നെ അങ്ങനെ ചെയ്യും, എന്നെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പേടിച്ചിട്ട് സത്യം പറയാനും വചനം പ്രസംഗിക്കാനും തയ്യാറല്ലാത്തവരാണ് കുറേ പേര്. പക്ഷെ മറിയം ഈ ആപത്ത്, വലിയ ആപത്താണ് അവള് തിരഞ്ഞെടുക്കണേ. ഇത് നിന്റെ വചനം പോലെ എന്നിൽ ആകട്ടെ എന്ന് പറയുമ്പോൾ അവള് ആപത്തുകളുടെ ഒരു നിരയാണ്. അവൾക്ക് സ്വപ്നം ഉണ്ടായിരുന്നില്ലേ? ഈ ജോസഫും മറിയും തമ്മിലുള്ള കല്യാണം കഴിച്ച് എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന സ്വപ്നം ഉണ്ടായിരുന്നില്ല അവർക്ക്. ആ സ്വപ്നങ്ങളൊക്കെ തകർന്നു. ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ആ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു. നമ്മൾ ഈ തകർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട് ഈ കരിസ്മാറ്റിക് ധ്യാനത്തിൽ. തകർച്ചകൾ വാസ്തവത്തിൽ ആ തകർച്ചകൾക്ക് അനുഗ്രഹങ്ങളാണ്, ദൈവത്തെ തിരിച്ചറിയാനുള്ള അനുഗ്രഹമാണ്. പക്ഷേ ഇവരുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നപ്പോഴും അവർ ദൈവത്തിൻ്റെ കൂടെ നിന്നുള്ളതാണ്. വിവാഹമോചനത്തിന് വക്കീലെത്തി നോക്കണേ. ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് വിവാഹമോചനം. ഇപ്പം ഇങ്ങനെ തുടരെ സംഭവിക്കുന്നത് കൊണ്ടും പത്രങ്ങൾ വലിയ വാർത്തയായിട്ട് വരുന്നത് കൊണ്ടും ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ വളരെ നോർമലാണെന്ന്. ഒട്ടും നോർമലല്ല. ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അത്രയും വലുതാണ്. അവർക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ വേദന. ഈ വിവാഹമോചനം പത്രത്തിൽ വലിയ വാർത്തയായിട്ട് വരും, അതും വലിയ സെലിബ്രിറ്റികളുടെയൊക്കെ ആകുമ്പോൾ. എന്നിട്ട് അതിന് പുകഴ്ത്താൻ ആളുകളുണ്ടാകും. പക്ഷേ ആ കുടുംബങ്ങൾ, ആ വ്യക്തികളും കുടുംബങ്ങളും അനുഭവിക്കുന്ന വ്യക്തിപരമായ വേദന, കുടുംബത്തിലെ വേദന എന്ന് പറയുന്നത് വർണ്ണിക്കാനാവാത്ത വിധം അത്ര വലുതാണ്. കാരണം ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു മരണത്തെക്കാൾ വലിയ ദുരന്തമാണ് വിവാഹമോചനം. ജോസഫ് മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം ഇടപെട്ടതുകൊണ്ട് സംഭവിച്ചില്ല, പക്ഷെ എങ്കിലും ആ വക്കീൽ വരെ എത്തി. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ആ ആഴം, വേദനയുടെ ആഴം. പിന്നെ ഈ കുഞ്ഞിനെ ജനിക്കുന്ന സമയത്ത് അന്നത്തെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം നാസറത്തിൽ നിന്നും 140 കിലോമീറ്ററോളം ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യണം. അവിടെ വെച്ചിട്ടാണ് പ്രസവിക്കുന്നത്. അതൊരു ഒരു ഗുഹയിലാണ് ഇല്ലേ, അവിടെയാണ് പിന്നെ കുറച്ച് നാൾ താമസിക്കുന്നത്. അവിടേക്കാണ് ഈ അവിടെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ്, ഒരു ഗുഹയാണ്, ഒരു വീടിൻ്റെ പുറകുവശമാണ്. ഇതൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ താമസിച്ചുകൊണ്ടാണ് ജെറൂസലത്തേക്ക് ഈ 40 ദിവസം ഇതിനൊക്കെ പോകുന്നത്, സമർപ്പിക്കാനായിട്ട് പോകുന്നത്, പരിച്ഛേദനം നടത്തുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പൂജരാജാക്കന്മാർ വരുന്നത്. ആ വീട്ടിലേക്കാണ് അവർ പോയതിൻ്റെ പിന്നാലെയാണ് ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട്. അപ്പോൾ ഒരു ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, യേശു ജനിച്ച ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് രാജാവ് തീരുമാനിക്കുന്നു. ചക്രവർത്തിയുടെ തീരുമാനപ്രകാരമാണ് നാസറത്തിൽ നിന്നും ബെത്ലഹേമിലേക്ക് വരേണ്ടി വന്നേ. ഇപ്പം ഈ ജെറൂസലം, അതായത് യൂദയ പ്രദേശത്തെ പാലസ്തീനെ ഭരിക്കുന്ന ഹെരോദസ് ഈ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഈ കുഞ്ഞിനെ കൊണ്ട്, അത് ആ കുഞ്ഞാണ് കർത്താവ്, ആ കുഞ്ഞാണ് നമ്മുടെ ദൈവം. ഓർക്കണേ, ഇപ്പം നമ്മൾ സക്രാരിൽ ദൈവം എന്താണ്, അവൻ ദൈവമാണ്, ഞാൻ സ്വയം സംരക്ഷിക്കില്ലേ, എന്തിനാണ് മിന്നലക്ഷചാലകം പള്ളിയുടെ മുകളിലൊക്കെ ചോദിക്കും. ദൈവം എങ്ങനെയാണ് പെരുമാറുന്നത് അറിയാത്തവർക്കാണ് ചോദ്യം. ഈ കുഞ്ഞാണ്, മറിയത്തിൻ്റെ കുഞ്ഞാണ് ദൈവം. പക്ഷെ ആ കുഞ്ഞിനെ എടുത്ത് രക്ഷിക്കേണ്ടത് ദൈവം അത്ഭുതകരമായി രക്ഷിക്കല്ല, മാതാപിതാക്കളെ കുടുംബത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം കുടുംബത്തിൽ ഏൽപ്പിച്ചിരിക്കുക. ഇന്ന് കുർബാനയെ അച്ഛന്മാരെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ചില അച്ഛന്മാർ തോന്നിവാസം ചെയ്യുന്നുണ്ട്, എങ്കിലും ആ അച്ഛന്മാരുടെ കയ്യിൽ കുർബാന ഏൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ മറിയത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ജോസഫിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകണം. ഈജിപ്ത് എന്നും അടിമത്തത്തിൻ്റെ പ്രശ്നമാണ്, ഇപ്പോഴും പ്രശ്നമാണ്. അവിടെയൊക്കെ നമുക്ക് എത്രയോ വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു ഈ യഹൂദന്മാരുടെ, അതെല്ലാം കത്തിച്ച് കളഞ്ഞു. അതെല്ലാം ഇല്ലേ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയൊരു കേന്ദ്രമായിരുന്നു അവിടെ. ഇപ്പോഴോ? അപ്പോൾ എന്നും പ്രശ്നമാണ്. അവിടേക്കാണ് അഭയാർത്ഥിയായിട്ട് പോകുന്നത്. പിന്നെ ഒരു ഏകദേശം ഇല്ലേ പോയിട്ട് പിന്നെ ഒരു ഏകദേശം ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബേത്ലഹേമിൽ ഈ പറഞ്ഞ മഹാനായ ഹെരോദസിൻ്റെ മകൻ അർക്കലാവാസാണ്, അപ്പനേക്കാളും ക്രൂരനാണ്. അപ്പോൾ പറഞ്ഞ് അവിടെ താമസിക്കേണ്ട, നസറത്തിലേക്ക് തന്നെ പോയിക്കോ. അങ്ങനെ വീണ്ടും യാത്ര ചെയ്യാണ്.
ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ഗൾഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ ചെറുതായിട്ടൊക്കെ. ഇറാഖിൽ എന്തുമാത്രം യുദ്ധമായിരുന്നു ഈ ഇറാഖ് ഇറാൻ യുദ്ധം നടന്നത്. അഭയാർത്ഥികൾ സിറിയയിൽ ലെബനനിൽ ഈ മുസ്ലിംസ് തന്നെ ആക്രമിച്ച് അഭയാർത്ഥികളാക്കുക. പക്ഷേ ഈ അഭയാർത്ഥികളാക്കപ്പെടുന്ന കുറേ സാധാരണക്കാരുണ്ട്. അവരുടെ അവസ്ഥ നോക്കിയാൽ എല്ലാ ദിവസവും കെട്ടും പാണ്ടുമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും റിലീഫ് ക്യാമ്പുകളിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കേണ്ടി വരിക. എല്ലാ ദിവസവും എപ്പോഴാണ് ബോംബ് വീഴുക എന്ന് ഇല്ലേ ഒന്ന് പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഭക്ഷണമുണ്ടോ, പാർപ്പിടമുണ്ടോ, തണുപ്പ്, മഴ, എന്തെല്ലാം അവസ്ഥകളാണ് അഭയാർത്ഥികളായിട്ട് നടക്കുക. ഇപ്പോഴും അഭയാർത്ഥി പ്രഭാഗത്തിന് തീർന്നിട്ടില്ല. അന്നും ഈ തിരുക്കുടുംബം എന്ന് പറഞ്ഞ കുടുംബം അഭയാർത്ഥികളായിട്ട് നടക്കുന്നത്. ഇത്രമാത്രം ഉയർത്തപ്പെട്ടവള് എന്തുമാത്രം കഠിനമായി വേദനയിൽ കടന്നു പോകുന്നു. നസ്രത്തിൽ പകുതിയോളം പേര് ഗ്രീക്ക് സംസാരിക്കണം, അവിടെ പോയിട്ട് താമസിക്കണം ഇവര്. പിന്നെ പരസ്യ ജീവിതകാലത്ത് ജോസഫ് പ്രത്യക്ഷപ്പെടാത്ത കൊണ്ട് മിക്ക ദൈവശാസ്ത്രജ്ഞന്മാരും വിചാരിക്കുന്നത് ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ജോസഫ് മരിച്ചു എന്നാണ്. കാരണം ജോസഫ് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ കാണുന്നില്ല. അപ്പോൾ ജോസഫിൻ്റെ മരണം അതൊരു വേദനയല്ലേ, ഭയങ്കരമല്ല വേദനയല്ലേ. പിന്നെ മർക്കോസ് സുവിശേഷം 3:21 യേശുവിന് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയണു. യേശുവിന് ഭ്രാന്താണെന്ന്, നിങ്ങളുടെ മകനോ മകൾക്കോ ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയുകയും, ഭ്രാന്തില്ല പക്ഷെ നാട്ടുകാർ അങ്ങനെ വിചാരിക്കുകയും പെരുമാറും ചെയ്തെടുത്ത സ്ഥിതി ആലോചിക്കാൻ. തനിയാവർത്തനം എന്ന് പറഞ്ഞിട്ട് പണ്ട് ഞാനൊരു സിനിമ കണ്ടതിട്ട് ഓർക്കുന്നുണ്ട്. ഭ്രാന്തില്ല പക്ഷെ ഭ്രാന്തുണ്ട് നാട്ടുകാർ പറഞ്ഞ് ഏറ്റവും അവസാനം അമ്മ ചോറിൽ വിഷം കൊടുത്ത് കൊല്ലുന്ന അങ്ങനെയുണ്ടോ വന്ന് ഞാൻ കഥ എന്ന് ഓർക്കണേ. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ തനിയാവർത്തനം എന്ന സിനിമ. അപ്പോൾ അതായത് ഭ്രാന്തില്ലാതെ ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞാൽ, മകന് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കുണ്ടാകുന്ന വേദന ചിന്തിക്കാൻ പറ്റുമോ? എന്ന് അക്കാലത്തൊക്കെ നാട്ടുകാരെ ഈ ഭ്രാന്തരെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കല്ലെടുത്തെറിയും. അതുകൊണ്ട് യേശുവിനെ പിടിച്ചോണ്ട് പോകാൻ മറിയം പോകുന്നുണ്ട് മറ്റ് സഹോദരന്മാരും സഹോദരിമാരും കൂടെ. അപ്പോൾ മകന് ഭ്രാന്താണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അമ്മയുടെ വേദന, തെറ്റിദ്ധാരണകൾ എന്തുമാത്രം പേരെ തെറ്റിദ്ധരിച്ചിരിക്കുക. സ്നാപയോനടക്കം തെറ്റിദ്ധരിച്ചു. മകന് തെറ്റിദ്ധരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വേദന. പിന്നെ 33 വയസ്സ് അല്ലെങ്കിൽ 34 വയസ്സിൽ കർത്താവ് മരിക്കുകയാണ്. ഏകദേശം 30 വയസ്സിലാണ് പരസ്യജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു AD 33 മരിച്ചു. AD 2 അല്ലെങ്കിൽ മരിക്കുക, BC 2 കർത്താവ് ജനിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഒരു 30 വയസ്സിന് മേലെ, 33 വയസ്സിന് മേലെ, അത് നമ്മൾ 33 ഇങ്ങനെ പറയുന്നു, റൗണ്ടാക്കി പറയുന്നു. 33 വയസ്സിൽ മറിയത്തിൻ്റെ ഏക മകൻ മരിക്കുകയാണ്. ഏക മകൻ ആ കുരിശിന് മുമ്പിൽ മരിക്കല്ലോ, കൊല്ലുകയാണ്. അതിന് മുമ്പിൽ മറിയം നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ഒരു ഏക മകൻ മരിക്കുമ്പോഴത്തെ വേദന അമ്മമാർ ചിന്തിച്ച് നോക്കിയേ. ഏക മകൻ മാത്രമല്ല, അല്ലെങ്കിൽ പോലും പ്രിയപ്പെട്ടവൻ മരിക്കുമ്പോൾ. ഏറ്റവും അധികം ഉയർത്തപ്പെട്ടവൾ ഏറ്റവും അധികം നാണം കെടുത്തപ്പെടുകയും ഇന്നും ഏറ്റവും അധികം സഹിക്കുകയും ചെയ്യുന്നു ഇന്നും. അപ്പോൾ അവളുടെ മകനെക്കുറിച്ച് പറഞ്ഞത് അവളെക്കുറിച്ചും സത്യമാകാണ്. ഏതാണ്? ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 6 മുതൽ 11 വാക്യങ്ങൾ. മകനെക്കുറിച്ച് പറഞ്ഞത് അമ്മയെക്കുറിച്ചും സത്യമാകുകയാണ്. അവൻ എല്ലാ കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഉയർത്തപ്പെടലും അതിൻ്റെ നാണം കെടലും. അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുതലെടുക്കണമെന്ന് വിചാരിക്കാതെ അടിമയുടെ രൂപമെടുത്ത് മനുഷ്യ സാരൂപ്യത്തിലായി തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുതലെടുക്കണമെന്ന് വിചാരിക്കാതെ അടിമയുടെ രൂപമെടുത്ത് മനുഷ്യ സാരൂപ്യത്തിലായി തന്നെ ശൂന്യനാക്കി ആകൃതിയിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി കുരിശുമരണത്തോളം തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തി. എന്തുമാത്രമാണ് ഈ താഴ്ച! അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, എല്ലാ നാമത്തിലും ഉപരിയായി നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും, യഹോവ സാക്ഷികൾ ഒഴികെ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. യഹോവ സാക്ഷികളും ചെയ്യേണ്ടി വരും, അല്ലാതെ ഒരു സ്വർഗത്തിൽ പോവില്ല. അപ്പോൾ ഈ മാറാഹ് എന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, കയ്പ്. മറിയം വളരെയധികം കയ്പ് അനുഭവിച്ചു. അപ്പോൾ അവൾ ഉയർത്തപ്പെട്ടവളാണ് എന്ന് പറയുന്ന അതേ വാക്ക് മാറാഹ് എന്ന വാക്ക് നമ്മൾക്ക് കയ്പ് നീര് സഹനത്തിന്റെ അങ്ങേയറ്റം അവൾ കുടിക്കുകയും ചെയ്തു. വെറുതെ അല്ല ശിമിയോൻ ഈ മറിയത്തോട് പറഞ്ഞത്, നോക്കൂ, അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളത്തിനുമായി നിശ്ചയിച്ചിരിക്കുന്നു. ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും
എറണാകുളത്തെ ഒരുപാട് വിമതരുടെ വീഴ്ചയ്ക്കും അൽമായ മുന്നേറ്റക്കാരുടെ വീഴ്ചയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും പിന്നെ മറുത്തു പറയുന്ന അടയാളത്തിനുമായി മുണ്ടാടം തുടങ്ങിയുള്ള ആളുകളൊക്കെ മറുത്തു പറയാണ്, ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്രം മതി, ഞങ്ങൾക്ക് വിശ്വാസം വേണ്ട. ഇത് പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണ്. പ്രത്യയശാസ്ത്രം അതായത് കമ്മ്യൂണിസം പോലെയുള്ള ക്യാപിറ്റലിസം പോലെയുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് മുണ്ടാടനച്ചനും കൂടെയുള്ള മുന്നേറ്റക്കാർക്കും വിമത വൈദികർക്കും വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവിതശൈലിയാണ്, അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം പോലെയുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. മറുത്തു പറയുന്ന അടയാളത്തിനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു യേശു. അപ്പൊ മുണ്ടാടനച്ചന്റെ വാക്കുകൾ കേട്ടിട്ടോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വാക്ക് കേട്ടോ നമ്മൾ കിടർച്ച ഉണ്ടാകണ്ട. കാരണം യേശുവിനെ എന്തിനു വെച്ചിരിക്കുന്നത്? ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളത്തിനുമായി നിശ്ചയിച്ചിരിക്കുന്നു. ആരെ? ഈശോയെ, മറിയത്തിന്റെ ശിശുവിനെ. എന്നിട്ട് ശിമിയോൻ മറിയത്തോട് പറയാ, അതെ, നിന്റെ ഹൃദയം നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാള് തുളച്ചു കയറും. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാള് തുളച്ചു കയറും. നിങ്ങൾ ആരെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ വചനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലൊരു വാള് നമ്മുടെ പ്രാണനിൽ തുളച്ചു കയറുമെന്ന് ഉറപ്പാക്കണം. അത് സംഭവിക്കും. എന്നാലും അവിടെ കൂടെ നിൽക്കുക, ആ കുരിശിന് മുമ്പിൽ നിൽക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ അനുഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാകുമ്പോഴും മറിയം ഈശോയുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഇത്രമാത്രം ഉയർത്തപ്പെട്ടവള് അത്രമാത്രം താഴ്ത്തപ്പെട്ടവളുമാണ്. ആ നാണം കെടുത്തലും ഈ സഹനവും വേദനയും കഷ്ടപ്പാടും ക്ലേശങ്ങളും ഉപദ്രവങ്ങളും ഇതൊക്കെ സഹിച്ചിട്ടും അവൾ വചനത്തോട് അവളുടെ ശിശുവിനോട് വിശ്വസ്തത പുലർത്തുകയും അവൻ ആരാധിക്കും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിളി. അപ്പം നമ്മുടെ പേരിന്, ഇപ്പം എൻ്റെ പേര് ജോസഫിൻ്റെ ഷോർട്ട് ഫോമാണ് ജോസ്. മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം. ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, വർദ്ധിക്കുക. എനിക്ക് കിട്ടിയ എല്ലാ താലന്തുകളും സുവിശേഷം പ്രഘോഷിക്കാനും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ സുവിശേഷം പ്രഘോഷിക്കാനും വചനം പ്രഘോഷിക്കാനും വിശ്വാസം പ്രഘോഷിക്കാനും സഭയോടൊപ്പം നിൽക്കാനും ഈ സഭയുടെ പാരമ്പര്യങ്ങൾ, വിചിത്ര പാരമ്പര്യങ്ങൾ, പകർന്നു കിട്ടിയ ദൈവത്തിൽ നിന്ന് പകർന്നു കിട്ടിയ പാരമ്പര്യങ്ങൾ, മനുഷ്യനുണ്ടാക്കിയ സമ്പ്രദായങ്ങളല്ല കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുക. നമുക്ക് വലിയ പുണ്യപ്രവർത്തികളൊന്നും ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ മഹാനും അല്ല പുണ്യവാനും അല്ല. പക്ഷേ നമ്മുടെ തൊണ്ടയിൽ ശ്വാസമുണ്ട കാലത്തോളം, നമുക്ക് നമ്മുടെ ഓർമ്മയുള്ള കാലത്തോളം കർത്താവിൻ്റെ വചനത്തിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി പോരാടുക. അപ്പം നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മുടെ പ്രാണനിൽ കൂടി ഒരു വാള് തുളച്ച് കയറും. പക്ഷെ അപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ നാമത്തോട് വിശ്വസ്ത പുലർത്തുക. മറിയത്തിൻ്റെ നാമത്തോട് വിശ്വസ്ത പുലർത്തിയതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാമത്തോട് വിശ്വസ്ത പുലർത്താൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ജീവന്റെ പുസ്തകത്തിൽ നമ്മൾ പേരെഴുതപ്പെടുവാൻ ഇടയാകും എന്ന് ഞാൻ സ്വപ്നം കാണുന്നു, വിചാരിക്കുന്നു. അതിന് മറിയത്തിൻ്റെ സഹായം നമുക്കുണ്ടാകട്ടെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ. അപ്പോൾ കൃപാപൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ട മറിയം എന്തുമാത്രം കഷ്ടപ്പാടുകളുടെ ആ ഇരുണ്ട വഴികളിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്കും അങ്ങനെ തന്നെയാണെന്ന് ഓർക്കണം. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് നിരാശത വരാതിരിക്കണമെങ്കിൽ, നമ്മൾ ഈ നിരാശയുടെ പടുകുഴിക്ക് വീഴാതിരിക്കണമെങ്കിൽ ഈ വചനത്തിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ വഴികളുടെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം. വിശ്വാസത്തിൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പള്ളിയിൽ പോയി കുർബാന കണ്ട് തിരിച്ചു വരുന്നതല്ല വിശ്വാസത്തിൻ്റെ പ്രകാശനം. അത് വിശ്വാസത്തിന് ചെറിയൊരു പ്രകാശനം. യഥാർത്ഥ പ്രകാശനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം വെല്ലുവിളി നേരിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമുദായം വെല്ലുവിളി നേരിടുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയണേ. അതായത് രക്തസാക്ഷിയാകാനുള്ള റെഡിനെസ്, തയ്യാറെടുപ്പ്, എന്താ പറയുക, തയ്യാറായിരിക്കുക അല്ലേ? അതാണ് ശരിക്കും ഈ പള്ളിയിൽ പോകുന്നത് വളരെ വിശ്വാസത്തിന്റെ പ്രകാശനം തന്നെ, അതില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ അതിനകത്ത് വെല്ലുവിളി കുറവാണ്. പക്ഷെ അത് നിഷേധിക്കപ്പെടുമ്പോൾ അത് കിട്ടാൻ വേണ്ടി പോരാടുക, വെല്ലുവിളി വളരെ വലുതാണ്. അത്തരം ഒരു വെല്ലുവിളി സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ യേശുവിനോട്, ഈശോ മിശിഹായോട് വിശ്വസ്തരായിരിക്കുക. അങ്ങനെയാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ പാപികളാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് നമ്മൾ മറിയത്തോട് പറയണേ. മറിയം പാപിയല്ല അല്ലേ? അവളെ കർത്താവ് അങ്ങേയറ്റം സംരക്ഷിച്ച് തൻ്റെ സ്വന്തം പുത്രൻ്റെ അമ്മ എന്ന നിലയ്ക്ക് മറിയത്തിന് കൊടുത്തൊരു മഹാഭാഗ്യമാണ്. പക്ഷെ അത് മറിയത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഒന്നും തന്നെ അത് ഇല്ലാതാക്കിയിട്ടില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വേദനകളെ കഥയ്ക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ്. പക്ഷേ അവൾ വിശ്വസ്തയായി നിന്നു, അമലോത്ഭവിയായിട്ടും പാപമില്ലാത്തവളായി നിന്നു. നമുക്ക് അങ്ങനെയൊന്നും അല്ല നമ്മൾ. പക്ഷേ നമുക്കൊരു സംരക്ഷണമുണ്ട് ഈ മറിയത്തിൻ്റെ.
അതുകൊണ്ട് അവളോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേറ്റം എളിമയോടെ പ്രാർത്ഥിക്കാം. ഈ കൃപാപൂർണ്ണത്തിൽ സൃഷ്ടിക്കപ്പെട്ടവളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് ഉറപ്പുള്ളത്, പിന്നെ ഞങ്ങൾക്ക് ഉറപ്പുള്ളത് മരണനിമിഷമാണ്. ഈ നിമിഷത്തിലും മരണനിമിഷത്തിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാം. അവളുടെ സംരക്ഷണം നമുക്കുണ്ടാകും. അവളെ സംരക്ഷിക്കാനുള്ള ചുമതല, അതായത് ഈ അവൾക്ക് എതിരെ ദുഷിപ്പ് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ നിന്നും അവളെ സംരക്ഷിക്കാനുള്ള ചുമതല അവളുടെ മക്കളായി നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.